ഹായ്, ഞാൻ മാത്യു ഇടേക്കെട്ടാണേ. ഞാൻ ഈ വെട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് പലർക്കും മനസ്സിലായി കാണുകയില്ല. കറുവാപ്പട്ടയുടെ ചെറിയ ചെറിയ കമ്പുകളാണ് ഞാനിങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കുന്നത്. കറുവാപ്പട്ടയ്ക്ക് 100 കൂട്ടം ഗുണങ്ങളുമുണ്ട്, ചില ദോഷങ്ങളൊക്കെയുണ്ട്. കറുവാപ്പട്ട അധികമായി കഴിക്കുന്നത് കൊള്ളില്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് വെള്ളം തിളപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മസാലക്കൂട്ടിലൊക്കെ എല്ലാവരും തന്നെ നിത്യേന ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ കറുവാപ്പട്ട. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കുന്നതിനും ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാമെന്നൊക്കെയാണ് നമ്മളുടെ പഠനങ്ങൾ പറയുന്നത്. പലർക്കും കറുവാപ്പട്ട കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും എളുപ്പമായി അവർക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള നാടൻ കറുവാപ്പട്ടയാണ് ഏറ്റവും നല്ലതെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഇത് കിട്ടുക എന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രമാണുള്ളൂ. മറ്റ് ടൗൺഷിപ്പുകളിൽ നിന്നും ഇത് കിട്ടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലരും ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കാസി എന്ന് പറയുന്ന നമുക്ക് ശരീരത്തിന് ആരോഗ്യത്തിന് ദോഷകരമായിട്ടുള്ള കുറേ കണ്ടൻറ്റുകളുള്ള ഒരു ഐറ്റം തന്നെയാണ് കിട്ടുന്നത്. നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ അതും ഉപയോഗിക്കും. ആളുകൾ കഴിയുന്നതും ഇങ്ങനെ നാട്ടിൻപുറങ്ങളിലുള്ള കറുവാപ്പട്ട വാങ്ങുന്നതിന് ശ്രമിക്കുന്നത് നല്ലതാണ്. മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. എന്നാൽ ഇതിൻ്റെ ഈ കമ്പുകൾ കൊണ്ട് എന്താണ് ഗുണമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിൻ്റെ കമ്പുകൾ നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ കരിങ്ങാലി വെള്ളം തിളപ്പിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു കഷ്ണമിട്ട് നിങ്ങൾക്ക് വെള്ളം തിളപ്പിക്കുകയും ആ വെള്ളം മൂടി വെക്കുകയും ചെയ്താൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അതിൻ്റെ കളർ മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഈ കറുവാപ്പട്ടയുടെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലുമുണ്ട്. അതുകൊണ്ട് ഇത് നിത്യേന നിങ്ങൾക്ക് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. എന്നും ഇത് തന്നെ കഴിക്കണമെന്നല്ല പറയുന്നത്. മാറി മാറിയുള്ള ഉപയോഗങ്ങളാണ് എന്തും നല്ലത്. നിത്യേന കഴിക്കുന്നത് ഒരു സാധനവും കൊള്ളില്ല എന്ന് നമ്മളുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. ഈ ചാനലിൽ കറുവാപ്പട്ടയുടെ കൂടുതൽ വീഡിയോകളുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളത് കാണുകയും പഠിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന കറുവാപ്പട്ടയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്